ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസൈൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റെറൈൽ ഏരിയ ഇൻ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. 6th സെമസ്റ്റർ B-Pharm ഫാർമസ്യൂട്ടിക്കൽ ക്വാളിറ്റി അഷുറൻസിൽ യൂണിറ്റ് 2 പ്രൊമിസസ് എന്ന് പറയുന്ന ഈ ഒരു സെഷനിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻസിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിസൈൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റെറൈൽ ഏരിയ എന്ന് പറയുന്നത്. Okay, so this is the learning objective of this session. By the end of the session, learner will able to understand, describe, and write about the design and maintenance of sterile area in an pharmaceutical industry. So, class തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പറയാനുള്ളത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫാർമസ്യൂട്ടിക്കൽ ക്വാളിറ്റി അഷുറൻസിന്റെ പേപ്പറിൽ കുറേ തവണ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിസൈൻ ആസ് വെൽ ആസ് കൺട്രോൾ ഓഫ് കണ്ടാമിനേഷൻ ഓർ മെയിൻ്റനൻസ് ഓഫ് സ്റ്റെറൈൽ ഏരിയ എന്നൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, സോ ഡിസൈൻ ഓഫ് സ്റ്റെറൈൽ ഏരിയ. സോ വാട്ട് ഈസ് മീൻ ബൈ സ്റ്റെറൈൽ ഏരിയ? നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ മൈക്രോബയോളജിയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് റെഫർ ചെയ്യുക. So we can define sterile area in a pharmaceutical industry as a controlled environment that prevent the contamination from the microorganism, dust particle, and other impurities during the production of pharmaceutical and other material. So അങ്ങനെയുള്ള ഒരു ഏരിയ ആണ്. അതായത് മൈക്രോ ഓർഗാനിസത്തിന്റെയോ ഡസ്റ്റ് പാർട്ടിക്കിൾസിന്റെയോ കണ്ടാമിനേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺട്രോൾഡ് ആക്കിയിട്ടുള്ള ഒരു എൻവിറോൺമെന്റിനെയാണ് നമ്മൾ സ്റ്റെറൈൽ ഏരിയ എന്ന് പറയുന്നത്. So, what is the importance of this sterile area? It is very critical to ensure the production of contaminant-free product, especially for the parenteral preparation. So, what is the peculiarity of parenteral preparation? These are the preparation which are intended to administer directly into the bloodstream. ബ്ലഡ് ഡയറക്റ്റ് ആയിട്ട് ഇൻജെക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റിൽ ഒരു കാരണവശാലും കണ്ടാമിനേറ്റിംഗ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസുകളോ കണ്ടാമിനേറ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസുകളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ പാരന്റൽ പ്രിപ്പറേഷൻ, സ്റ്റെറൈൽ ഒഫ്താൽമിക് പ്രിപ്പറേഷൻ, ഇംപ്ലാന്റ്സ് ആൻഡ് എനി അതർ പ്രൊഡക്ട്സ് വേർ ദ സ്റ്റെറിലിറ്റി ഈസ് എസെൻഷ്യൽ. അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ട ഒരു ഫെസിലിറ്റിയാണ് സ്റ്റെറൈൽ ഏരിയ എന്ന് പറയുന്നത്. ആൻഡ് ആൾസോ ഇറ്റ് വിൽ എൻഷുർ ദ ഫൈനൽ പ്രൊഡക്റ്റ് വിൽ മീറ്റ് stringent regulatory standards like those set by the World Health Organization, FDA, ICH, as well as GMP guidelines. Okay, so that is the importance of designing of sterile area. Now coming to the design, so we have to start from the layout of an design of an sterile area. So first thing, we have already discussed the design as well as layout of pharmaceutical industry. Like നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു ഫാർമസ്യൂട്ടിക്കൽ പ്ലാന്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി നമ്മൾ തുടങ്ങുന്ന സമയത്ത് നിർബന്ധമായിട്ടും എന്തൊക്കെ ഫെസിലിറ്റി അതിലുണ്ടാവണം എന്നൊക്കെ നമ്മൾ മുന്നേ തന്നെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. So there must be an logical unidirectional flow. അതാണ് നമ്മൾ അതിൽ പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. ഓക്കെ, ഇവിടെ കുറച്ചും കൂടി സ്ട്രിഞ്ചന്റ് ആണ് ഈ പറയുന്ന ലേഔട്ടിന്റെ കാര്യത്തിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, സോ ഹിയർ വി ആർ ഗോയിങ് ടു മാനുഫാക്ചർ ആൻഡ് സ്റ്റെറൈൽ പ്രൊഡക്റ്റ് ലൈക്ക് പാരന്റൽ പ്രൊഡക്ട്സ്. So the every ingredients which is used, every equipment which is used, every container which is used in the production of parenteral preparation should be stored separately, should be cleaned separately, should be sterilized separately. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ ഒരു ഫെസിലിറ്റി ഡിസൈൻ ചെയ്യേണ്ടത്. So first we require and supply storage, the raw material as well as vehicle. പാരന്റൽ പ്രിപ്പറേഷൻസുകളെല്ലാം കൂടുതലായിട്ടും ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലിക്വിഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസുകളായിരിക്കും അതിന് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രോസസ്സിംഗ് എക്യുപ്മെന്റ്സുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. കണ്ടെയ്നേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, so from the respective place of the supply storage, it should be moved into a controlled clean environment. ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഏരിയയും ക്ലീൻഡ് ആയിട്ടുള്ള എൻവിറോൺമെന്റിലോട്ടാണ് മാറ്റേണ്ടത്. സോ അസെപ്റ്റിക് ഏരിയ എന്ന് പറയുമ്പോൾ ഗ്രേഡ് എ ഏരിയ ആണ്. കൺട്രോൾഡ് എൻവിറോൺമെന്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഗ്രേഡ് BC ഏരിയ ആവാം, അല്ലെങ്കിൽ ക്ലാസ് 1000, ക്ലാസ് 10,000 ഏരിയ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. എങ്കിൽ എൻവിറോൺമെന്റൽ ക്ലീൻ ഏരിയ ആയിരിക്കണം. സോ ഇറ്റ് മസ്റ്റ് ബി മൂവ്ഡ് ടു ആൻ കോമ്പൗണ്ടിങ് ഓഫ് ദ പ്രൊഡക്റ്റ് ഏരിയ. അപ്പൊ ഇവിടെയാണ് നമുക്ക് ഒരു സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒരു വെക്യൂമായിട്ട് മിക്സ് ചെയ്യുന്നതും
ഇപ്പൊ ഇങ്ങനെയുള്ള ഫെസിലിറ്റി ഒക്കെ ഉള്ള സ്ഥലമായിരിക്കണം. വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ എത്തിക്കണം. അതുപോലെ അതിനനുസരിച്ചുള്ള സ്റ്റെയിൻലെസ് ടാങ്ക് ഉണ്ടാവുന്ന ഫെസിലിറ്റി ഒക്കെ വേണം. Then it will be filtered for a sterilization process. പാരന്റൽ ആയിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റും നിർബന്ധമായിട്ടും ഫിൽട്ടർ ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ for the sterilization process. And all the equipment which is used for this manufacturing should be cleaned and sterilized before using for aseptic preparation as well as aseptic filling. കണ്ടെയ്നേഴ്സ് ആൾസോ ഷുഡ് ബി ക്ലീൻ. അപ്പൊ അതിനൊക്കെയുള്ള സെപ്പറേറ്റ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. ഇതെല്ലാം യൂണി ഡയറക്ഷനിലായിട്ടുള്ള ലോജിക്കൽ ഫ്ലോ ആണ് പാടുള്ളൂ. ഒരു കാരണവശാലും കണ്ടെയ്നറുകൾ നേരിട്ട് ഇങ്ങോട്ട് എടുക്കാൻ പാടില്ല. സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് ഫില്ലിംഗ് ഏരിയയിലോട്ട് മാത്രമേ ഈ പറയുന്ന കണ്ടെയ്നേഴ്സുകൾ എടുക്കാൻ പാടുള്ളൂ. സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ നേരിട്ട് അസെപ്റ്റിക് ഏരിയത്തിൽ ഫില്ലിംഗ് മെഷീൻ ആണെങ്കിൽ ഫില്ലിംഗ് മെഷീനിലോട്ട് നമ്മൾ എടുക്കുന്നു. സോ ദിസ് ഏരിയ ഷുഡ് ബി അസെപ്റ്റിക് ഏരിയ. അത് ഇനി ടെർമിനലി സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിലും ടെർമിനലി സ്റ്റെറിലൈസ് ചെയ്യാത്ത പ്രൊഡക്റ്റ് ആണെങ്കിലും നിർബന്ധമായിട്ടും അസെപ്റ്റിക് ഏരിയ, ഫില്ലിംഗ് ഏരിയ അസെപ്റ്റിക് ആയിട്ട് ഗ്രേഡ് ഏരിയ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ പാക്കേജിംഗ് ഏരിയ, ഇതും ക്ലീൻ ഏരിയ ആയിരിക്കണം. പ്രൊഡക്റ്റ് സ്റ്റോറേജ് ഏരിയ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ലേ ഔട്ട് ഓഫ് ആൻഡ് ഡിസൈൻ ഓഫ് ആൻഡ് സ്റ്റെറൈൽ ഏരിയ. Now coming to the construction of and design of and sterile area. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഷോർട്ട് ആയിട്ട് നമുക്ക് പറയാം. So while designing a sterile area, it must be separated from the general manufacturing area. ബാക്കിയുള്ള പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ കൂടെ ആയിരിക്കാൻ പാടില്ല പാരന്റൽ പ്രിപ്പറേഷൻസുകൾ അല്ലെങ്കിൽ സ്റ്റെറൈൽ പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇറ്റ് മസ്റ്റ് ബി സെപ്പറേറ്റഡ് ആൻഡ് ഇറ്റ് ഷുഡ് ബി റിമോട്ട് ഫ്രം ദ മെയിൻ കോറിഡോർ ആസ് വെൽ ആസ് സ്റ്റെയർവേസ് ഓർ ലിഫ്റ്റ്. ഇപ്പൊ നോർമൽ ആയിട്ട് ആൾക്കാർ നടക്കുന്ന ഒരു ഏരിയയിൽ കൊണ്ടുപോയിട്ട് സ്റ്റെറൈൽ ഏരിയ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. And the entry must be restricted. It should not be accessible for unauthorized person. Parental production നടക്കുന്ന ഏരിയയിൽ GMP ട്രെയിനിങ് കിട്ടിയിട്ടില്ല, ഈ ഒരു പ്രോസസ്സിൽ GMP ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ എൻട്രി ഉണ്ടാവാൻ പാടുള്ളൂ. While designing the sterile area, we have to design in such a way that it should be smallest in size. എത്രത്തോളം സ്റ്റെറൈൽ ഏരിയ ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ചെറുതാക്കണം. ബട്ട് we have to keep in mind that how many operations must be undertaken and how many number of employees should be employed. ഈ ഒരു സ്റ്റെറൈൽ ഏരിയയിൽ എന്തൊക്കെ ഓപ്പറേഷൻ നടക്കാനുണ്ട്, എത്ര എംപ്ലോയീസിനെ അവിടെ പ്ലേസ് ചെയ്യാനുണ്ട് എന്നൊക്കെ മൈൻഡിൽ ഉണ്ടായിട്ടുള്ള രീതിയിൽ എത്രത്തോളം ചെറുതാക്കിയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ആൻഡ് വൈൽ ഡിസൈനിങ് ദ സ്റ്റെറൈൽ ഏരിയ, ദ ഫ്ലോർ, വാൾ, സീലിംഗ് മസ്റ്റ് ബി സ്മൂത്ത്, imperficious, easy to clean with the disinfectant. ഇങ്ങനെയുള്ള രീതിയിൽ അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കർവി ആയിട്ടുള്ള എഡ്ജുകളുള്ള അല്ലെങ്കിൽ ഷാർപ്പ് ആയിട്ടുള്ള എഡ്ജ് ഉണ്ടാവാൻ പാടില്ല. കർവി ആയിട്ടുള്ള എഡ്ജുകൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഡസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വാളുകളും സീലിങ്ങുകളും ഒക്കെ സ്മൂത്ത് ആയിരിക്കണം. അതിന്റെ ഇടയിൽ യാതൊരു ക്രാക്കുകളൊന്നും വരാത്ത രീതിയിലുള്ള സാധനങ്ങളായിരിക്കണം. ഫ്ലോറുകളൊക്കെ ഫ്ലെക്സിങ് ഫ്ലോറുകളൊക്കെ യൂസ് ചെയ്തിട്ട്, സിന്തറ്റിക് എലാസ്റ്റോമേഴ്സുകളൊക്കെ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ പോളിവിനൈൽ ക്ലോറൈഡ് ഒക്കെ നോൺ സ്ലിപ്പറി ഗ്രേഡുള്ള ഇങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടായിരിക്കണം ഫ്ലോർ ഉണ്ടാക്കേണ്ടത്. നൗ ഇഫ് യു ആർ യൂസിങ് പെയിന്റ്, we have to add some kind of antifungal agents like 8-hydroxyphenolin അല്ലെങ്കിൽ pentachlorophenol, salicylate പോലുള്ള ഫംഗൽ ഗ്രോത്തിനെ റെഡ്യൂസ് ചെയ്യാനുള്ള ഏജന്റുകൾ ആഡ് ചെയ്തിട്ടുള്ളതായിരിക്കണം ഈ പറയുന്ന ഡിസൈൻ എന്ന് പറയുന്നത്. ആൻഡ് എപ്പോക്സി റെസിൻ പെയിന്റ് ആൻഡ് polyurethane paint also should be used to avoid the cracking as well as peeling of the sterile area. Okay, so this is a design of an sterile area. ഇത്രത്തോളം സ്മൂത്ത് ആയിട്ടുള്ള ഈ എഡ്ജുകളൊക്കെ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും ഇറ്റ് ഷുഡ് നോട്ട് ബി എഡ്ജി, അല്ലെങ്കിൽ അതൊരു കർവി ആയിട്ടുള്ള നേച്ചർ ഉള്ളതായിരിക്കണം. ആൻഡ് ഫെസിലിറ്റി ഷുഡ് ബി വെരി ഫ്രീക്വന്റ്ലി ക്ലീൻഡ്. ആൻഡ് കമ്മിങ് ടു ദ ഡോർ ആസ് വെൽ ആസ് വിൻഡോ ആൻഡ് സർവീസസ് എല്ലാം ഫ്ലഷ്ഡ് ഫിറ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുന്നത്. അതായത് ഒരു കാരണവശാലും ഈ ഒരു ഡോറൊന്നും ഒന്നില്ലെങ്കിൽ കുഴി ഉള്ള രീതിയിൽ നിൽക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന രീതിയിലോ ഒന്നും ഉണ്ടാക്കരുത്. ചുമരിനോട് ചാരിയിട്ടുള്ള രീതിയിൽ ഫ്ലഷ്ഡ് ഫിറ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം ഈ വാള് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത്. And if we are providing window, it should be only for illumination, not for the ventilation. ഒരു കാരണവശാലും എയർ പാസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വിൻഡോ ഉണ്ടാവാൻ പാടില്ല. It should be non openable, only for the purpose of illumination. അതിന് വേണ്ടിയിട്ട് മാത്രം കൊടുക്കേണ്ടതാണ്. ഇവിടേക്കുള്ള എയറുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഹെപ്പ ഫിൽറ്റർ വഴി ഫിൽറ്റർ ചെയ്ത് വരുന്ന HVAC സിസ്റ്റം വഴി മാത്രമേ എയർ സപ്ലൈ ഉണ്ടാവാൻ പാടുള്ളൂ. Okay, and it should be maintained with positive pressure and self closing door. ഇവിടെ ഡോർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ കൂടുതൽ പ്രഷർ ഉള്ള സമയത്തും
സെൽഫ് ഡോർ ക്ലോസ് ചെയ്യുന്ന രീതിയിലുള്ള ഡോറുകളാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ലൈറ്റ് സോ ഷുഡ് ബി ഫിറ്റഡ് ഇൻ ഫ്ലഷ് ഫിറ്റ്. അഗെയിൻ ഇതുപോലെയുള്ള ഒരു എഡ്ജ് ഒന്നും വരാത്ത രീതിയിലുള്ള ഫ്ലഷ് ഫിറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഫിറ്റിങ്സ് സീലിങ്സിലാണ് നമ്മൾ ലൈറ്റ് ഫിറ്റ് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും ഒരു സ്വിച്ചുകളോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഈ ക്ലീൻ ഏരിയ അല്ലെങ്കിൽ സ്റ്റെറൈൽ ഏരിയയിൽ നമ്മൾ കീപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ construction or of design of a sterile area. Now, what are the basic principle while designing an sterile area? So, we have to design the sterile areas in such a way that there is a controlled environment. ഇപ്പോൾ അവിടേക്ക് വരുന്ന ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, എയർ ക്വാളിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എൻവിറോൺമെന്റൽ കൺട്രോൾ ഉള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്യേണ്ടത്. And second point is separation of the process. So we have to design the sterile area and we have to arrange the process in the sterile area in such that it will minimize the cross contamination, the process of isolation. ഓരോ പ്രോസസ്സും ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്ലീനിങ് പ്രോസസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഒരു പ്രോസസ്സ് തുടങ്ങാൻ പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് തിങ് ഈസ് യൂണിഡയറക്ഷണൽ മെറ്റീരിയൽ ആൻഡ് പേഴ്സണൽ ഫ്ലോ. നമ്മൾ ഈ ലേ ഔട്ട് കാണുന്ന സമയത്ത് നമ്മൾ ഈ ആരോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാം യൂണി ഡയറക്ഷനിലാണ്. ഈ ഒരു മൂവ്മെന്റ് ഇങ്ങനെ തുടങ്ങി പുറത്തോട്ടാണ് പോകുന്നത്, അതല്ലാതെ റിവേഴ്സിബിൾ ആയിട്ട് വരുന്നില്ല. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് അടുത്ത ഒരു സംഗതി എന്ന് പറയുന്നത്. ഒരു കാരണവശാലും ഒരു റിവേഴ്സിബിൾ ആയിട്ടുള്ള റീ എൻട്രി ഉണ്ടാവാത്ത രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതായിരിക്കണം. And use of clean room classification. So depending on the requirement of each process. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സമയത്ത് പറഞ്ഞു അസെപ്റ്റിക് ഫില്ലിംഗ് എന്ന് പറയുന്ന ഗ്രേഡ് എ ഏരിയയിൽ മാത്രം നടത്തേണ്ടതാണ്. എന്നാൽ അതിന് വേണ്ട ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻസുകളൊക്കെ നടത്താൻ, അതായത് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക, ഫിൽട്ടർ ചെയ്യുക എന്നൊക്കെ ഗ്രേഡ് ബി ഏരിയയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയിൽ, ക്ലീൻ ഏരിയയിൽ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സുകൾ നമ്മൾ സോൺ ചെയ്തിട്ടുണ്ടായിരിക്കണം. അവിടെയുള്ള എയർ ക്വാളിറ്റി നമ്മൾ മോണിറ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, then adequate maintenance as well as monitoring. ഇങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ. There should be a regular cleaning, regular disinfection, regular monitoring to ensure the continued compliance of this kind of sterile area. Okay, so that is the basic principles of designing sterile area. Now again coming to the clean area classification, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് we have to use grade A, B, C, D area. സോ ഗ്രേഡ് എ ഏരിയന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. അവിടെ 0.5 മൈക്രോമീറ്റർ ഉള്ള 3500 കൂടുതൽ പാർട്ടിക്കിൾ ഇല്ലാത്ത രീതിയിൽ, ഒരു ക്യൂബിക് മീറ്ററിൽ 3500 പാർട്ടിക്കിൾസിനെക്കാളും കൂടാത്ത രീതിയിൽ എയർ കണ്ടാമിനേഷൻസുകൾ കൺട്രോൾ ചെയ്തിട്ടുള്ള ഏരിയയാണ് നമ്മൾ ഗ്രേഡ് എ ഏരിയ എന്ന് പറയാം. അറ്റ് റെസ്റ്റ് ഇൻ ഓപ്പറേഷൻ ഇറ്റ് ഷുഡ് ആൾസോ ബി സെയിം. ഓക്കെ, ഗ്രേഡ് ഏരിയ ഈവൺ അറ്റ് റെസ്റ്റ് ആസ് വെൽ ആസ് ഈവൺ അറ്റ് ഓപ്പറേഷൻ സെയിം ആണ്. 3500 ആണ് മാക്സിമം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അലോഡ് വിത്ത് പാർട്ടിക്കിൾ സൈസ് ഓഫ് 0.5 മൈക്രോമീറ്റർ. ഓക്കെ, 5 മൈക്രോമീറ്റർ ഉള്ള ഒരു പാർട്ടിക്കിൾ പോലും ഉണ്ടാവാൻ പാടില്ല. ഗ്രേഡ് ബി ഏരിയ എന്ന് പറയുന്ന സമയത്ത് അഗെയിൻ there is some relaxation. ഓക്കെ, 3500 അറ്റ് റെസ്റ്റും 3,50,000 വരെ അലൗഡും ആയിട്ടുള്ള രീതിയിലാണ് അടുത്ത ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, now this is another classification, ISO standard of clean area, ISO class 1, ISO 1, 2, 3, 4, 5, 6 area. So these are the respective requirements. These are the number of particles allowed per cubic meter of area in respective area. Okay, now this is another classification as per the class 100, class 1000, class 10,000, and these are the some of the limit of microbial monitoring for clean operation area. In grade A area, the colony forming unit per meter cube area should be less than 1, and it is up to 10 in case of grade B area, and it is up to 100 in case of grade C area. Okay, now these are some of the corresponding area. So grade A area corresponding area is class 100 area, then ISO class 5 area. So these are some of the class 5 area. So this is the clean area classification and the importance of operation, importance of this clean area at different levels. Okay, അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഗ്രേഡ് ആക്കി തിരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരന്റൽ പ്രിപ്പറേഷനിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസുകൾ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ അസെപ്റ്റിക് ഏരിയ പ്രിപ്പറേഷൻ ഫില്ലിംഗ്, അസെപ്റ്റിക് പ്രിപ്പറേഷൻസിന് ടെർമിനലി സ്റ്റെറിലൈസേഷൻ പോസിബിൾ അല്ലാത്ത പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിന്റെ അസെപ്റ്റിക് പ്രിപ്പറേഷനും ഫില്ലിംഗ് ഒക്കെ ഗ്രേഡ് എ ഏരിയയിലാണ് നടക്കുന്നത്. ഇനി
ടെർമിനലി സ്റ്റെറിലൈസ് ചെയ്യാൻ പോസിബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ ഫില്ലിംഗ് ഓഫ് ദ പ്രൊഡക്റ്റ് മാത്രം നമുക്ക് ഗ്രേഡ് ഏരിയയിൽ ചെയ്താൽ മതി. ബാക്കിയുള്ളത് കാരണം നമുക്ക് ഈ പാക്കിംഗ് കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് സ്റ്റെറിലൈസേഷൻ പോസിബിൾ ആണ് എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഗ്രേഡ് ബി ഏരിയയിലോട്ട് വരുന്ന സമയത്ത് ഗ്രേഡ് എ ഏരിയക്ക് വേണ്ട എല്ലാ ബാക്ക്ഗ്രൗണ്ട് ഏരിയകളും ഗ്രേഡ് ബി ഏരിയയിലോട്ടാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. അതായത് സൊല്യൂഷൻ പ്രിപ്പയറിംഗ്, ഫിൽട്രേഷൻ, ഇങ്ങനെയുള്ള ഏരിയ ഒക്കെ ഗ്രേഡ് ബി ഏരിയയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഗ്രേഡ് സി ഏരിയ ഫിൽട്ടർ ചെയ്യാനുള്ള സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാനുള്ള ഏരിയ. അതായത് ഈ സ്ഥലത്ത് വെച്ച് നമുക്ക് സൊല്യൂഷൻ ഒക്കെ പ്രിപ്പയർ ചെയ്യാം, പക്ഷെ ഫിൽട്രേഷൻ ചെയ്യേണ്ടത് ഗ്രേഡ് ബി ഏരിയയിൽ വെച്ചിട്ടാണ്. അവിടെ കണ്ടാമിനേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹാൻഡ്ലിംഗ് ഓഫ് കമ്പോണൻസ് ആഫ്റ്റർ വാഷിംഗ്, അവിടെയുള്ള ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഗ്രേഡ് ഡി ഏരിയ അവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ദിസ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്ലീൻ റൂം ക്ലാസിഫിക്കേഷൻ. Now coming to the important thing which is mainly used in the sterile area, that is HEPA filter. Okay, അപ്പൊ ഇത് മാത്രം ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ. സോ വാട്ട് ഈസ് മീൻ ബൈ HEPA filter? It is expanded as high efficiency particulate air filter. Okay, high efficiency particulate air filter എന്നുള്ളതാണ് ഇതിന് എക്സ്പാൻഡേഷൻ. ഇങ്ങനെ മാത്രം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എക്സ്പാൻഡ് HEPA filter, എക്സ്പാൻഡ് ലാമിനാർ എയർ ഫ്ലോ ഈ സിസ്റ്റം എന്നും എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. So this is the type of air filter that will meet and specific efficacy standard of 99.97% of particles free from microbial contamination with a particle size of 0.3 micron. 0.3 micrometer size pore size ഉള്ള 0.3 മൈക്രോമീറ്ററിനെക്കാളും പാർട്ടിക്കിൾ സൈസ് കൂടുതലായിട്ടുള്ള എല്ലാ സാധനത്തിനെയും ഫിൽട്ടർ ചെയ്യാൻ 99.97% എഫിക്കസി ഉള്ള ഒരു എയർ ഫിൽട്ടർ ആണ് HEPA ഫിൽട്ടർ എന്ന് പറയുന്നത്. Okay, so all the air which is supplied to the clean area or a sterile area must be filtered through the HEPA filter, and usually we will keep this HEPA filter at the inlet of clean area, clean room, and we will use a pre-filter before using this HEPA filter. ഓക്കെ, ഒരു റൂമിലോട്ട് ഒരു ഇൻലെറ്റ് എയർ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഇൻലെറ്റ് എയറിന്റെ കൊടുക്കുന്നത് HEPA ഫിൽറ്ററിന്റെ ഉള്ളിലൂടെ ആയിരിക്കണം. ഓക്കെ, ക്ലീൻ ഏരിയയിലോട്ട് കൊടുക്കുന്ന ഏരിയ. അപ്പോൾ ഈ HEPA ഫിൽറ്ററിന്റെ നമ്മൾ പാർട്ടിക്കിൾ സൈസ് പറഞ്ഞു 0.3 മൈക്രോമീറ്റർ എന്ന് പറഞ്ഞു. ഈ 0.3 മൈക്രോമീറ്റർ ഉള്ള ഒരു സാധനത്തിന് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ക്ലോഗിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, അതിന്റെ ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ മുന്നായിട്ട് നമ്മൾ ഒരു പ്രീ ഫിൽറ്റർ നമ്മൾ യൂസ് ചെയ്യും. 0.3 മൈക്രോമീറ്ററിനെക്കാളും വലിയ പാർട്ടിക്കിൾ സൈസ് ഉള്ള സാധനങ്ങൾ അതിൽ ഫിൽറ്റർ ചെയ്തതിനു ശേഷം ചെറിയ പാർട്ടിക്കിൾസുകളൊക്കെ 0.3 മൈക്രോമീറ്ററിനെക്കാളും വലിയ പാർട്ടിക്കിൾ സൈസുകളായിട്ടുള്ള സാധനങ്ങളൊക്കെ HEPA ഫിൽറ്റർ വെച്ച് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ HEPA ഫിൽറ്റർ ലാമിനാർ എയർ ഫ്ലോ യൂണിറ്റിൽ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ച് നമ്മൾ അതിന് വെർട്ടിക്കൽ ആസ് വെൽ ആസ് ഹൊറിസോണ്ടൽ ലാമിനാർ എയർ ഫ്ലോ യൂണിറ്റ് എന്നോ സിസ്റ്റം എന്നോ ബെഞ്ച് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ ദിസ് ഈസ് ദ നെക്സ്റ്റ് ടേം വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ കേസ് ഓഫ് സ്റ്റെറൈൽ ഏരിയ, laminar air flow system. Okay, LAF, LAF. So it is a system that will create sterile environment by circulating consistent flow of ultra clean air in a room. So depending on the HEPA filter position, we can or not not about the position of HEPA filter. Depending on the flow of air, if the flow of air is horizontal, that kind of system is known as horizontal laminar air flow system. ഓക്കെ, ഇപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു എയർ ഫ്ലോ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും HEPA ഫിൽറ്റർ നമുക്ക് വെർട്ടിക്കൽ ആയിട്ടേ വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഈ HEPA ഫിൽറ്ററിലോട്ട് ഫിൽറ്റർ ചെയ്യാനുള്ള എയർ വരുന്നതിന് മുന്നേ ഓക്കെ, ഇവിടെ നമ്മൾ പ്രീ ഫിൽറ്റർ എന്ന് പറയുന്ന സാധനം, ഇതൊരു ബ്ലോവർ ആണ്, എയറിനെ വലിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്ലോവർ ആണ്, വാക്വം പോലെയുള്ള ഒരു ഫെസിലിറ്റി ആണ്. അപ്പൊ പുറത്തുനിന്ന് ഒരു എയർ നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ പ്രീ ഫിൽറ്റർ വഴി ഫിൽറ്റർ ചെയ്തിട്ടുള്ള എയർ ആണ് നമ്മൾ എടുക്കുന്നത്. അത് ബ്ലോവർ യൂസ് ചെയ്തിട്ട് HEPA ഫിൽറ്ററിലോട്ട് ടാർഗറ്റ് ചെയ്യും. HEPA ഫിൽറ്ററിൽ അത് HEPA ഫിൽറ്റർ വെച്ച് ഫിൽറ്റർ ചെയ്തതിനു ശേഷം യൂണിഫോം ആയിട്ടുള്ള ഫ്ലോ ഉണ്ടാവും. ഓക്കെ, ഇനി ലാമിനാർ എയർ ഫ്ലോ യൂണിറ്റിൽ എയർ ഫ്ലോ വെർട്ടിക്കൽ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ലാമിനാർ HEPA ഫിൽറ്റർ ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും നമ്മൾ വെക്കുന്നുണ്ടാവുക. ഓക്കെ, സോ നമ്മൾ ലാമിനാർ എയർ ഫ്ലോ യൂണിറ്റിനെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ എയർ ഫ്ലോ ആണ്, അല്ലാതെ HEPA ഫിൽറ്ററിന്റെ പൊസിഷനെ വെച്ചിട്ടല്ല എന്നുള്ളതൊന്ന് നോക്കുക. ഈ ഡയഗ്രാം വരക്കാനൊക്കെ പഠിച്ചു വെക്കുക, കാരണം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ലാമിനാർ എയർ ഫ്ലോ സിസ്റ്റം അല്ലെങ്കിൽ ലാബ് സിസ്റ്റം ആസ് വെൽ ആസ് HEPA ഫിൽറ്റർ, ഇത് രണ്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, now coming to the maintenance of sterile area, again
Design of sterile area is very, very important. Maintenance of sterile area is much more important because it is crucial for ensuring the product safety in the pharmaceutical manufacturing, especially in the production of injectable, ophthalmic products and other sterile dosage forms. So the sterile area will prevent the contamination from the microorganism, particulate matter that could compromise the product quality as well as patient safety. So this is the importance of maintenance of sterile area in a pharmaceutical industry. But if you are taking the importance for university examination, this is a frequently asked question too. Okay, so this is the importance of sterile area, which is very critical to prevent the microbial contamination in the sterile product, and also which is very critical to ensure the compliance with the regulatory bodies like FDA, IEM, European Medical Agency as well as WHO, and also it is very critical to ensure the safety and efficacy of sterile pharmaceutical product. And it is done by maintaining the sterile area is done by some of the requirements like stringent protocols, continuous environmental monitoring, and strict personal hygiene practice. These are the some of the requirements for maintenance of sterile area. Now coming to the steps of maintenance of sterile area, which include environmental design and control measures, cleaning and sanitization procedures, environmental monitoring, maintenance of equipments, personal control, validation and qualification, utility management, documentation and SOP, waste disposal and sanitization, and periodic audit and training. So we will discuss one by one in detail. So first one is environmental design and control measures. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഒരു സ്റ്റെറൈൽ ഏരിയയിലോട്ട് വരുന്ന എയർ നിർബന്ധമായിട്ടും കൺട്രോൾ ആയിട്ടായിരിക്കണം വരേണ്ടത്. Okay, so there we have to use an heating, ventilation, air conditioning system which will regulate the temperature which is there inside the clean area or sterile area between 18 to 25 degrees Celsius, and also it will regulate the relative humidity between 40 to 60 degree percentage, and also we will regulate the airflow in a sterile area by using laminar airflow unit as well as HEPA filter to clean to ensure that the clean area follow the unidirectional manner and reduce the particulate contamination. And while designing an environment area, there should be a positive pressure control inside the sterile area or clean area, so that once the clean area is open, the air inside the clean area must flow outside. Reverse will not should not be happen. ഒരു ക്ലീൻ ഏരിയന്റെ അകത്തുള്ള എയർ പുറത്തോട്ട് പോകാന്നല്ലാതെ ക്ലീൻ ഏരിയന്റെ അകത്തോട്ട് എയർ വരാത്ത രീതിയിൽ ക്ലീൻ ഏരിയന്റെ അകത്ത് ഒരു ഹൈ പ്രഷർ ബിൽഡ് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത്. ആൻഡ് ദർ ഷുഡ് ബി ആൻ സഫീഷ്യന്റ് എയർ ചേഞ്ച് പെർ അവർ ഫെസിലിറ്റി ഇൻസൈഡ് ആൻഡ് സ്റ്റെറൈൽ ഏരിയ. Specified number of air changes ensure a constant supply of filtered air to maintain the cleanness of the lab. Now coming to the second step, that is the cleaning and sanitization procedure. So in order to maintain the sterile area, we have to follow daily cleaning procedure. So all the critical surface, equipments, floor are cleaned using sterile detergents and disinfectants such as isopropyl alcohol. Okay, so that is the first point, daily cleaning and direction. And now rotation of disinfectant must be used. So if we are using same disinfectant continuously, it will lead to microbial resistance. ഒരേ ഡിസിൻഫെക്റ്റന്റ് ആണ് സ്ഥിരമായിട്ട് നമ്മൾ ഡിസിൻഫെക്റ്റന്റ് ചെയ്യാൻ വേണ്ടി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, മൈക്രോബിയൽ റെസിസ്റ്റന്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു യൂസ് മോർ ദാൻ വൺ ഡിസിൻഫെക്റ്റന്റ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ റൊട്ടേഷൻ മാൻ. ഒരു സമയം ഒന്നാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യത്തെ ക്ലീനിങ്ങിന്റെ സമയത്ത് വേറെ ഡിസിൻഫെക്റ്റന്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. We can use some chlorinated based agents like phenol, quaternary ammonium compound, etc. And there should be a sufficient facility for deep cleaning, scheduled deep cleaning by weekly or monthly. അപ്പോൾ ഓരോ ദിവസവും ക്ലീനിങ് ഉണ്ട്, ഓരോ ബാച്ച് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ മാനുഫാക്ചറിങ് കഴിഞ്ഞാൽ ക്ലീനിങ് ഉണ്ട്. ഇത് കൂടാതെ മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി ഒരു ഡീപ്പ് ക്ലീനിങ് ഉണ്ടായിരിക്കണം ത്രൂ വിത്ത് തറോ ഡിസിൻഫെക്ഷൻ ഓഫ് എക്യുപ്മെന്റ്, വാൾ, സീലിംഗ്, യൂസിങ് സ്റ്റെറൈൽ മോം, വൈപ്പ്, ഫോക്കിംഗ് സിസ്റ്റം, ഇങ്ങനെയുള്ള പല സാധനങ്ങളും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ
sterile, the sterile area, sanitization of the sterile area is very, very important. So we have to follow the regular monitoring of the clean area, and it must be cleaned and sanitized with an approved cleaning protocol. ഇതൊക്കെ ഡോക്യുമെന്റ് ചെയ്യണം. നമ്മൾ വെറുതെ ക്ലീൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ക്ലെയിം ചെയ്താൽ പോരാ. എന്താ നമ്മളത് ഡ്യൂട്ടി ഡിവൈഡ് ചെയ്യുന്ന സമയത്ത്, റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്ന സമയത്ത് ആ റെസ്പോൺസിബിലിറ്റി കൊടുത്ത ആൾക്കാർ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതും, ആ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നത് ഒരു അപ്രൂവ് ചെയ്തിട്ടുള്ള ക്ലീനിങ് പ്രോട്ടോകോൾ പ്രകാരമാണ് എന്നുള്ളതും, ഇതെല്ലാം ആ പ്രൊസീജിയർ ആ വാലിഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും, ഈ പറയുന്ന പ്രൊസീജിയറുകൾ പ്രോട്ടോകോള് പർട്ടിക്കുലർ ടൈം ഇന്റർവെലിൽ വാലിഡേറ്റ് ചെയ്തിട്ട് ആ പ്രൊസീജിയർ പ്രകാരം ക്ലീനിങ് നടക്കുന്നത് കൊണ്ട് അവിടെ യാതൊരു രീതിയിലുള്ള കണ്ടാമിനേഷൻ ഉണ്ടാവുന്നില്ല എന്നുള്ളതൊക്കെ നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്. Okay. So again, നേരത്തെ പറഞ്ഞതാണ്, more than one type of disinfectant should be used. Detergent disinfectant use must be sterile. നമ്മൾ ഡിസിൻഫെക്റ്റന്റ് എന്താണോ യൂസ് ചെയ്യുന്നത് അത് നിർബന്ധമായിട്ടും സ്റ്റെറൈൽ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും യൂസ് ചെയ്യേണ്ടത്. Now, if there is any space which is not accessible, നമുക്ക് കൈകൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും രീതിയിലുള്ള സ്ഥലമുള്ള ഒരു സ്റ്റെറൈൽ ഏരിയ ആണെന്നുണ്ടെങ്കിൽ we have to go for fumigation. മൊത്തത്തിൽ പുകച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്യുന്ന ഗ്യാഷ്യസ് സ്റ്റെറിലൈസേഷൻ പോസിബിൾ ആവുന്ന രീതിയിൽ നമ്മൾ അവിടെ സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് വി ഹാവ് ടു ക്ലീൻ ഒക്കേഷണലി ബൈ യൂസിങ് സ്പോറിസൈഡൽ ഏജൻസ് which will reduce us the resistance of towards the spores. Now, coming to the third step of maintenance of sterile area, that is environmental monitoring. So, we have designed an environmental control, we have cleaned. Now, again, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവിടെ കണ്ടാമിനേഷൻ ഉണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടി നമ്മൾ എൻവിറോൺമെന്റൽ മോണിറ്ററിംഗ് നടത്തിക്കൊണ്ടിരിക്കണം. എയർബോൺ പാർട്ടിക്കിൾ മോണിറ്ററിംഗ് നടക്കണം, റെഗുലർ സാമ്പിളിംഗ് നടത്തണം. എന്നിട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വെദർ ദർ ഈസ് ലെസ് നമ്പർ ഓഫ് വയബിൾ ഓർ നോൺ വയബിൾ പാർട്ടിക്കിൾ വിത്തിൻ ദ അക്സെപ്റ്റബിൾ ലിമിറ്റ്. നേരത്തെ നമ്മൾ ക്ലീൻ ഏരിയയിൽ നമുക്ക് പറഞ്ഞ സ്പെസിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര വയബിൾ നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസം, നോൺ വയബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസുകളൊക്കെ അലൗഡ് ആണ്. എയർബോൺ ആയിട്ടുള്ള കണ്ടാമിനേഷൻസ് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് ആൾസോ വി ഹാവ് ടു മോണിറ്റർ ദ സർഫസ് by using swab test as well as contact plate used for the monitoring of microbial contamination of workbench equipments and other surfaces. Pharmaceutical microbiology sterile area evaluation testing of sterile area എന്ന് പറഞ്ഞ് നമ്മൾ കുറേ മെത്തേഡുകൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഒരു മെത്തേഡാണ് സ്റ്റെറൈൽ ഏരിയന്റെ സർഫസിലൊക്കെ സ്റ്റെറിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി സ്വാബ് ടെസ്റ്റ് മെത്തേഡ്. സ്വാബ് ടെസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു കോട്ടൺ എടുത്തിട്ട് നമ്മൾ ആ കോട്ടനെ സർഫസിൽ ജസ്റ്റ് റബ്ബ് ചെയ്തിട്ടുള്ള ആ കോട്ടൺ കൾച്ചർ മീഡിയത്തിൽ നമ്മൾ പ്ലേസ് ചെയ്ത് ഇൻക്യുബേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ കൾച്ചർ മീഡിയയിൽ ഗ്രോത്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് ഇൻഡിക്കേറ്റ് ദ സ്റ്റെറൈൽ ഏരിയ ഈസ് കണ്ടാമിനേറ്റഡ് വിത്ത് സം കൈൻഡ് ഓഫ് മൈക്രോ ഓർഗാനിസം. ഓക്കെ, ദെൻ കോണ്ടാക്ട് പ്ലേറ്റ് അഗെയിൻ ഒരു കോൺവെക്സ് സർഫസ് ഉള്ള ഒരു പ്ലേറ്റ് ആണ് ഈ കോണ്ടാക്ട് പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. അത് സർഫസിൽ നമ്മൾ റബ്ബ് ചെയ്തതിനു ശേഷം ആ കൾച്ചർ മീഡിയനെ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യുന്ന സമയത്ത് കൾച്ചർ മീഡിയയിൽ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. Then we have to go for personal monitoring. So, person who are working in the pharmaceutical industry, especially in the sterile area, should be monitored periodically. Periodically ചെയ്യുന്ന സമയത്ത് അവരുടെ ഫിംഗർ ടാപ്പ്, അതുപോലെ തന്നെ ഗൗണുകളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക whether there is a contamination is not. അപ്പോൾ ഈ സ്റ്റെറൈൽ ഏരിയയിലോട്ട് സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ ആയിട്ട് പേഴ്സണൽ ആണോ അല്ലെങ്കിൽ പേഴ്സണൽ ബിലോങ്ങിങ്സുകളാണോ വരുന്നത് എന്നുള്ളത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻവിറോൺമെന്റൽ മോണിറ്ററിംഗ് ചെയ്യുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു ദ മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ്. സോ വി ഹാവ് യൂസ്ഡ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എക്യുപ്മെന്റ്സ് ഇൻ ആൻഡ് സ്റ്റെറൈൽ ഏരിയ. അതിൻ്റെതായിട്ടുള്ള ക്ലീനിങ് പ്രൊസീജിയറുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ബട്ട് വി ഹാവ് ടു മെയിൻറ്റെയിൻ ഇറ്റ് റുട്ടീൻലി. എന്തിനാണ് ഇത് മെയിൻ്റനൻസ് നടക്കുന്നത്? ഇൻ ബിറ്റ്വീൻ പ്രോസസ്സിന്റെ ഇടക്ക് ഈ എക്യുപ്മെന്റ്സ് നിന്ന് പോകാൻ പാടില്ല. ആൻഡ് വി ഹാവ് ടു എൻഷുർ ഇറ്റ് വിൽ കൺസിസ്റ്റന്റ് പെർഫോമൻസ് ഇൻക്ലൂഡിങ് സ്റ്റെറിലൈസർ, ഫില്ലിംഗ് മെഷീൻ, അതുപോലെ തന്നെ HVAC ഫിൽട്ടർ. ഇതൊക്കെ റൂട്ടീനായിട്ട് അതിനൊക്കെ ഒരു ലൈഫ് പീരീഡ് ഉണ്ടാവുമല്ലോ. ആ ലൈഫ് പീരീഡ് കഴിയുന്ന സമയത്ത് നോർമലായിട്ട് നമ്മളതിനെ അതിന്റെ പെർഫോമൻസ് മെയിൻ്റെനൻസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. Then we have to calibrate the instruments which is used in the sterile area. Okay, temperature probes, pressure gauge, particle counter, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമ്മൾ ഇതെല്ലാം ചെയ്യുന്നതിന് എൻവിറോൺമെന്റ് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ പാർട്ടിക്കിൾ കൗണ്ടർ യൂസ് ചെയ്യുന്നുണ്ടാവും.
ആ പാർട്ടിക്കിൾ കൗണ്ടർ മാൽഫങ്ഷൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന റീഡിംഗിൽ മാറ്റം വരും. നമ്മൾ വിചാരിക്കും ഇവിടെ കണ്ടാമിനേഷൻ ഇല്ല, പക്ഷെ ആ പാർട്ടിക്കിൾ കൗണ്ടറിന്റെ മാൽഫങ്ഷൻ കൊണ്ടാണ് അത് വന്നിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം നമ്മൾ പർട്ടിക്കുലർ ടൈം ഇന്റർവെൽസിൽ കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സ്റ്റെറിലൈസേഷൻ equipment which is very very critical in case of sterile area. ഓരോ പ്രോസസ് ചെയ്യുന്ന സമയത്തും കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റെഗുലർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. Now coming to the next step, most important step is personal control. The person who are working is the source of contamination in a sterile area. So he must practice gowning and hygiene practices. Okay. അപ്പൊ ആദ്യം തന്നെ പേഴ്സൺ വർക്ക് ചെയ്യുന്ന ആളുടെ കുറച്ച് ക്രൈറ്റീരിയാസുകളൊക്കെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുള്ള ആളായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, നോളജ്, സ്കില്ല്, ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളായിരിക്കണം, ഹെൽത്തി ആയിട്ടുള്ള ആളായിരിക്കണം, ഹെൽത്ത് ചെക്ക് കഴിഞ്ഞിട്ടുള്ളവർ മാത്രമേ എംപ്ലോയ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇങ്ങനെ എംപ്ലോയ് ചെയ്തിട്ടുള്ള ആൾക്കാരും തന്നെ ഗൗണിങ്ങും ഹൈജീൻ പ്രൊസീജിയറും, സ്റ്റെറൈൽ ഗ്ലൗ യൂസ് ചെയ്യാൻ, മാസ്ക് യൂസ് ചെയ്യാൻ, ഗ്ലൗസ് യൂസ് ചെയ്യാൻ, ഷൂ കവർ യൂസ് ചെയ്യാൻ, ഇതെല്ലാം നമ്മൾ വീണ്ടും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഇത് ഇങ്ങനെയാണ് യൂഷ്വലി ഒരു സ്റ്റെറൈൽ ഏരിയയിലുള്ള നിൽക്കുന്ന ഒരാളുടെ ഒരു ക്ലോത്തിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റെസ്ട്രിക്റ്റഡ് എൻട്രി, ഓതർ ആയിട്ടുള്ള പേഴ്സൺസുകൾ മാത്രമേ സ്റ്റെറൈൽ ഏരിയയിൽ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ട്രെയിനിങ് കിട്ടിയിട്ടുള്ള റെഗുലർ പ്രാക്ടീസ് ഉള്ള ഹാൻഡ് സാനിറ്റൈസേഷൻ ഒക്കെ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ മാത്രമേ ഈ ഒരു സ്ഥലത്ത് നമുക്ക് എംപ്ലോയ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ബിഹേവിയറൽ പ്രാക്ടീസ്, ഇങ്ങനെയൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ടും നമ്മൾ കുറെ അധികം ആക്ടിവിറ്റീസുകൾ അവിടെ റെസ്ട്രിക്ട് ചെയ്യേണ്ടതുണ്ട്. ലൈക്ക് ടോക്കിംഗ്, സംസാരിക്കുന്നത്, അൺനെസസറി ആയിട്ടുള്ള മൂവ്മെന്റുകളും, ലീനിങ് ഓവർ ദ ക്രിട്ടിക്കൽ ഏരിയ, ഇതൊക്കെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന രീതിയിലുള്ള പ്രാക്ടീസ് നമ്മൾ അവിടെ ഉണ്ടാക്കണം. Now, sixth point is validation and qualification. അപ്പോൾ ഓരോ എക്യുപ്മെന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തും will be an installation qualification. അത് കറക്റ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. ആ ഓപ്പറേറ്റ് ചെയ്യുന്ന സാധനം കറക്റ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലാണ് പെർഫോമൻസ് ഉണ്ടാവുന്നത്, നമുക്ക് വേണ്ടിയുള്ള റിസൾട്ട് അത് തരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പെർഫോമൻസ് ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ട് നടത്തിയിട്ടുണ്ടായിരിക്കണം. ദെൻ ക്ലീനിങ് വാലിഡേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ക്ലീനിങ് പ്രോട്ടോകോള് പ്രോപ്പർ ആയിട്ടാണ് നടക്കുന്നത്, അത് പ്രകാരം കണ്ടാമിനൻസിനൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എഫക്റ്റീവ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് ഒരു രീതിയിലുള്ള ഹാർംഫുൾ ആയിട്ടുള്ള എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നൊക്കെ നമ്മൾ അതിനെ വാലിഡേറ്റ് ചെയ്യണം. ഈ റിക്വയർഡ് പീരിയോഡിക് ആയിട്ട് റീവാലിഡേഷൻ നടത്തിയിട്ടുണ്ടാവണം ഈ ഒരു ഏരിയ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ വാലിഡേഷൻ ആൻഡ് ക്വാളിഫിക്കേഷൻ. Now coming to the next step, that is the utility and management. സ്റ്റെറൈൽ ഏരിയയിലോട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സുകളും ബാക്കിയുള്ള റോ മെറ്റീരിയൽ ഒക്കെ കൺട്രോൾ നടത്തി അവിടെ യൂസ് ചെയ്യുന്ന യൂട്ടിലിറ്റീസും അതുപോലെ തന്നെ സ്റ്റെറൈൽ ആയിരിക്കണം. വാട്ടർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ സ്റ്റെറൈൽ ആയിട്ടുള്ള വാട്ടർ ഫോർ ഇൻജെക്ഷൻ നമുക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കണം, പ്യൂരിഫൈഡ് ആയിട്ടുള്ള വാട്ടർ കിട്ടിക്കൊണ്ടിരിക്കണം. അതൊക്കെ റൂട്ടീൻ ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. മൈക്രോബിയൽ ലിമിറ്റും കെമിക്കൽ സ്റ്റാൻഡേർഡും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. Now, if you are using compressed air use ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ it must be filtered using HEPA filter, and also it must meet the standards of ISO 8573-1. അത് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. If you are using steamed system യൂസ് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ കൂടിയ സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ again free from contaminating micro organism ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. Okay. Now coming to next point, that is documentation and SOP. ഇത് അടുത്ത മെയിൻ്റനൻസിനുള്ള അടുത്തൊരു സ്റ്റെപ്പാണ്. സ്റ്റെറൈൽ ഏരിയയിൽ നടക്കുന്ന എന്ത് സംഗതികളും, സ്റ്റെറൈൽ ഏരിയയിൽ നിന്നല്ല, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് പ്രകാരം ക്വാളിറ്റി അഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ എന്ത് പ്രൊസീജിയേഴ്സ് നടക്കുന്നുണ്ടെങ്കിലും there should be an SOP. ഓക്കെ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സുകൾ ഉണ്ടായിരിക്കണം. ഏത് ക്ലീനിങ് സാനിറ്റൈസേഷൻ ആയിക്കോട്ടെ, മെയിൻ്റനൻസ് ആക്ടിവിറ്റി ആയിക്കോട്ടെ, പ്രോസസ്സുകൾ ആയിക്കോട്ടെ, it should be as per the SOP. And there should be a logbook and record for each equipment. എല്ലാ ക്ലീനിങ് ഷെഡ്യൂളുകളും, എൻവിറോൺമെന്റൽ മോണിറ്ററിംഗ് ഡാറ്റ, മെയിൻ്റനൻസ് ആക്ടിവിറ്റി, അതുപോലെ തന്നെ ഓരോ എക്യുപ്മെന്റ്സും യൂസ് ചെയ്ത ഡാറ്റാസുകൾ, എല്ലാ സാധനങ്ങളും റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. റെഗുലേറ്ററി ഇൻസ്പെക്ഷൻസിന് വേണ്ടി റീറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഡീവിയേഷൻ മാനേജ്മെന്റ്, all the deviation from the expected result should be documented. അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അതിനെ അഡ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കണം to prevent the reoccurrence. ഓക്കെ, അത് വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് വേസ്റ്റ് ഡിസ്പോസൽ ആൻഡ് സാനിറ്റൈസേഷൻ. സോ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ആണ്, മാനുഫാക്ചറിങ് നടക്കുന്ന ഏരിയ ആണ്, സ്വാഭാവികമായിട്ടും some amount of waste will be there depending on the production process which is happening in the pharmaceutical industry.
So there will be a sterile management for segregation of waste. Different types of വേസ്റ്റുകൾ സ്വാഭാവികമായിട്ടും ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാവാം. ബയോ ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ടാവും, കെമിക്കൽ ആയിട്ടുള്ള വേസ്റ്റസുകൾ ഉണ്ടാവും, ജനറൽ വേസ്റ്റസുകൾ ഉണ്ടായിരിക്കണം. ഇതൊക്കെ അതിന് പറഞ്ഞിട്ടുള്ള SOP പ്രകാരം മാത്രം വേസ്റ്റ് സെഗ്രിഗേഷൻ ഉണ്ടാകും. ഓക്കെ, ദെൻ ഈ പറയുന്ന ഏരിയാസ് അവിടെ യൂസ് ചെയ്തിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ബയോ ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സ്റ്റെറിലൈസ് ചെയ്ത് അതിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ കംപ്ലീറ്റ് ആയിട്ട് കില്ല് ചെയ്തതിന് ശേഷം മാത്രമേ അത് വേസ്റ്റ് ഡിസ്പോസലിന് കൊടുക്കാൻ പാവുള്ളൂ. എൻവിറോൺമെന്റൽ കണ്ടാമിനേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഓട്ടോക്ലേവോ ഇനി ചില സാധനങ്ങളാണെങ്കിൽ ഇൻസിനറേഷൻ യൂസ് ചെയ്തിട്ട് മാത്രമേ അതിന് ഡിസ്പോസ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ ക്ലീനിങ് ഓഫ് ഡ്രെയിൻസ് ആസ് വെൽ ആസ് ഫിൽറ്റേഴ്സ്. നമ്മൾ സ്റ്റെറൈൽ ഏരിയയിൽ എന്തായാലും ഈ പറയുന്ന ഡ്രെയിൻസോ ഫിൽറ്റേഴ്സുകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ മൊത്തത്തിൽ ഒരു ഫാർമസ്യൂട്ടിക്കൽ എസ്പെഷ്യലി സ്റ്റെറൈൽ മാനുഫാക്ചറിങ് ഏരിയ ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ക്ലീനിങ് ഏരിയ അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ ഏരിയയിലൊക്കെ സ്വാഭാവികമായിട്ടും ഇതുപോലത്തെ ഡ്രെയിൻസുകളോ ഫിൽറ്റേഴ്സുകളോ ഒക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള സമയത്ത് നമ്മളത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നൗ ലാസ്റ്റ് പോയിന്റ്. ഇതൊക്കെ ചെയ്തിട്ടും ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് there should be periodic audit and training. Okay, so there should be an internal or external audit. എക്സ്റ്റേണൽ റെഗുലേറ്ററി ഏജൻസി ഒക്കെ വന്നിട്ട് അവിടെ കറന്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. And there should be a training program for increasing the standard as well as to ensure the safety of pharmaceutical products. Okay, അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് റെഗുലർ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കണം. മെയിൻ്റനൻസ് സ്റ്റെറൈൽ ഏരിയയിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഡിസൈൻ ആസ് വെൽ ആസ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റെറൈൽ ഏരിയ. ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ന് മനസ്സിലാക്കുക. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എസ്സേ ആയിട്ട് ഒരിക്കൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷൻ, സാനിറ്റൈസേഷൻ ആൻഡ് എൻവിറോൺമെന്റൽ കൺട്രോൾ ഓഫ് പ്രെമിസസ്. പ്രെമിസസ് എന്നുള്ള ചാപ്റ്ററിന് ചോദിച്ചിട്ടുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണിത്. Now design the layout of premises with reference to the tablet section. സ്പെസിഫിക് ആയിട്ട് ടാബ്ലറ്റിന്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ട ലേഔട്ട് മാത്രമായിട്ട് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഹൗ എ പ്ലാൻ ലേഔട്ട് വിൽ ബി ഡിസൈൻ. അപ്പൊ അതിന് വേണ്ട കുറെ ഫാക്ടേഴ്സുകളൊക്കെ നമ്മൾ ഇനീഷ്യൽ പാർട്ട് 1 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പെർമിസസിന്റെ ഹൗ ടു ഡിസൈൻ ദ പ്ലാൻ ലേഔട്ട് ഫോർ ആൻ സ്റ്റെറൈൽ ഏരിയ ഈ ഒരു വീഡിയോയിൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഡിസൈൻ ദ സ്റ്റെറൈൽ ഏരിയ ഫോർ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഇവിടെ നമ്മൾ അത് ഡിസൈൻ ചെയ്തു എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ യൂട്ടിലിറ്റി ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റെറൈൽ ഏരിയ ഇവിടെ നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഹൗ സ്റ്റെറൈൽ ഏരിയ ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ മാനുഫാക്ചറിങ് യൂണിറ്റ് ഏരിയ. അപ്പൊ 5 മാർക്കിന് കുറേ തവണ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സ്റ്റെറൈൽ ഏരിയ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത്, എങ്ങനെ ഡിസൈൻ ചെയ്യുന്നുള്ളത് എന്നുള്ളത്. അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് describe briefly about the plant layout. What are the steps required for maintenance of sterile area? ഇനി ക്ലീൻ ഏരിയനെ കുറിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഗ്രേഡ് ഏരിയ സ്റ്റെറൈൽ ഏരിയ ഹൗ മെനി 0.5 to 5 micron number of particles is permitted per cubic meter. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗ്രേഡ് ഏരിയയിൽ 0.5 to 5 മൈക്രോമീറ്റർ പാർട്ടിക്കിൾ സൈസിലുള്ള എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസുകൾ അലൗഡ് ആണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 3500 എന്നുള്ളത് അറ്റ് റെസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് നിർബന്ധമായിട്ടും ആ ക്ലീൻ ഏരിയ ക്ലാസിഫിക്കേഷൻ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. What are the different contamination sources in the pharmaceutical industry? How to control the contamination in sterile area? Then expand the HEPA and LAF, high efficiency particulate air filter as well as laminar airflow unit. So this is all about these are some of the references for this topic, and that's all about the plant layout, premises, and especially design and maintenance of sterile area. Hope it is clear. Thank you for watching this video.